കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകരിൽ ഒരാളാണ് അഡ്വക്കേറ്റ് ജയശങ്കർ. ആരുടെയും മുഖത്ത് നോക്കി എത്ര രൂക്ഷമായ വിമർശനം ഉന്നയിക്കുവാനുമുള്ള അദ്ദേഹത്തിൻ്റെ ഭയപ്പാടില്ലാത്ത ശൈലിക്ക് പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്തുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ചരിത്രവും രാഷ്ട്രീയ പശ്ചാത്തലവും കൃത്യതയാർന്ന കണക്കുകളും കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ടാണ് ജയശങ്കർ തൻ്റെ വീഡിയോകൾ പങ്കിടാറുള്ളത്. ഏതാനും ദിവസങ്ങളായി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില മണ്ഡലങ്ങളിലെ വിജയസാധ്യതകളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ജയശങ്കർ പങ്കുവെക്കുന്നുണ്ട്. ജയശങ്കറിൻ്റെ ഇത്തരം വീഡിയോകൾക്ക് വലിയ സ്വീകാര്യതയുള്ളത് കൊണ്ട് തന്നെ പ്രമുഖ സാറ്റലൈറ്റ് ചാനലുകളും ഓൺലൈൻ ചാനലുകളുമെല്ലാം ഇത് സംപ്രേഷണം ചെയ്യാറുമുണ്ട്. ഈ ദിവസങ്ങളിൽ ജയശങ്കർ മാതൃഭൂമി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പാലായുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ കൃത്യതയാർന്ന ഒരു വിശകലനം പങ്കുവെക്കുകയുണ്ടായി. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDFന് വേണ്ടി സിറ്റിംഗ് MLA ആയ മാണി സി കാപ്പനും LDFന് വേണ്ടി രാജ്യസഭാ MPയും കേരള കോൺഗ്രസ് ചെയർമാനുമായ ജോസ് കെ മാണിയും അതുപോലെ NDA മുന്നണിക്ക് വേണ്ടി BJP സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് ഷോൺ ജോർജും രംഗത്തിറങ്ങും എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് പാലായിലെ വിജയസാധ്യതകളെക്കുറിച്ച് വളരെ സമഗ്രമായ ഒരു പ്രവചനം അഡ്വക്കേറ്റ് ജയശങ്കർ പങ്കുവച്ചിട്ടുള്ളത്. KM മാണിയുടെ മകനായ ജോസ് കെ മാണിക്ക് പാലായിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മത്സരിക്കാനിറങ്ങുന്നതിൽ ഭയപ്പാടുണ്ടെന്നും മറ്റ് ഗത്യന്തരമില്ലാതെയാണ് അദ്ദേഹം മത്സരത്തിനിറങ്ങുന്നതെന്നും ജയശങ്കർ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലായിൽ നടക്കാൻ പോകുന്നത് ശക്തമായ ത്രികോണ പോരാട്ടമാണെങ്കിലും അവിടെ 2ഉം 3ഉം സ്ഥാനങ്ങൾക്ക് വേണ്ടി ജോസ് കെ മാണിയും ഷോൺ ജോർജും തമ്മിലായിരിക്കും കടുത്ത പോരാട്ടം നടക്കുന്നതെന്നും മാണി സി കാപ്പൻ്റെ വിജയം സുനിശ്ചിതമാണെന്നും ജയശങ്കർ വ്യക്തമാക്കുന്നുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ജനപ്രതിനിധികളുടെ ശൈലിയും പരിഗണിക്കുമ്പോൾ മാണി സി കാപ്പനെ പരാജയപ്പെടുത്തുവാൻ മാത്രം പോന്ന ഒരു സ്ഥാനാർത്ഥിയല്ല ജോസ് കെ മാണിയെന്നും അഡ്വക്കേറ്റ് ജയശങ്കർ വളരെ കൃത്യതയോടുകൂടി പങ്കുവെക്കുന്നുണ്ട്. അതുപോലെ ജോസ് കെ മാണിയുടെ ഭാര്യയായ നിഷ ജോസ് കെ മാണി മത്സരത്തിനിറങ്ങിയാൽ 3ാം സ്ഥാനം ഉറപ്പാണെന്നും ജയശങ്കർ ഇവിടെ പരിഹസിക്കുന്നുണ്ട്. ജയശങ്കറിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം ഓരോ പ്രദേശത്തെക്കുറിച്ചും ഓരോ മണ്ഡലത്തെക്കുറിച്ചും വിശകലനം നടത്തുമ്പോൾ അവിടെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള വോട്ടർമാരുടെ കൃത്യമായ പൾസ് അളന്നു തൂക്കി അത് മനസ്സിലാക്കിയിട്ടാണ് അവതരിപ്പിക്കാറുള്ളത്. അത് പാലായുടെ കാര്യത്തിലും യാഥാർത്ഥ്യബോധത്തിന് നിരക്കുന്നതാണെന്ന് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ അദ്ദേഹം പരാമർശിക്കുന്ന ചില കാര്യങ്ങൾ കൃത്യമായി അപഗ്രഥിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഇവിടെ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ശൈലിയിലെ പ്രധാനപ്പെട്ട പോരായ്മയായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ജോസ് കെ മാണിയുടെ ആക്രാന്തം നിറഞ്ഞ രാഷ്ട്രീയ ശൈലിയാണ്. അതായത് ലോക്സഭയിൽ അംഗമായിരിക്കുമ്പോൾ രാജ്യസഭാ സ്ഥാനത്തിനായി ചരട് വലിക്കുക, അത് ഏറ്റെടുക്കുക, രാജ്യസഭ ഉപേക്ഷിച്ച് മന്ത്രിയാകുവാനായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോരാടി പരാജയപ്പെട്ടപ്പോൾ വീണ്ടും രാജ്യസഭയിലേക്ക് മടങ്ങിപ്പോകുക എന്നീ കാര്യങ്ങൾ കൃത്യമായി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരമൊരു നിരീക്ഷണം അദ്ദേഹം ഇവിടെ നടത്തുന്നത്. അതുപോലെ സ്വന്തം മുന്നണിയിലെ വോട്ട് പോലും ജോസ് കെ മാണിക്ക് പൂർണ്ണമായും സമാഹരിക്കുവാൻ കഴിയില്ല എന്നും ജയശങ്കർ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നമുക്കറിയാം, ജയശങ്കർ പറയുന്നതിൽ ചില വസ്തുതകളുണ്ട്. 2018 ലോക്സഭയിലേക്ക് ഏറെക്കുറെ 1 വർഷത്തിലധികം കാലാവധി ബാക്കി നിൽക്കുമ്പോഴാണ് ജോസ് കെ മാണി UDFിൽ നിന്ന് രാജ്യസഭാ സീറ്റ് വിലപേശി വാങ്ങിയത്. പിന്നീട് UDFിൽ നിന്ന് ലഭിച്ച ഈ രാജ്യസഭാ സീറ്റുമായി ഇടതുമുന്നണിയിലേക്ക്, അതായത് തൻ്റെ പിതാവായ KM മാണിയെ ഏറ്റവും അധികം വേട്ടയാടിയ CPMൻ്റെ പക്ഷത്തേക്ക് കൂറുമാറുവാനും ജോസ് കെ മാണിക്ക് യാതൊരു മടിയുമില്ലായിരുന്നു. പിന്നീട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഈ രാജ്യസഭാ സീറ്റ് രാജിവെച്ചെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ ജോസ് വീണ്ടും രാജ്യസഭയിലേക്ക് മടങ്ങുകയായിരുന്നു. അതുപോലെ 2024 തൻ്റെ രാജ്യസഭാ കാലാവധി അവസാനിച്ചപ്പോൾ CPMനോട് മുന്നണി വിടും എന്നടക്കമുള്ള ഭീഷണികൾ മുന്നോട്ട് വെച്ച് വിലപേശി CPMൻ്റെ രാജ്യസഭാ സീറ്റാണ് ജോസ് കെ മാണി കൈക്കലാക്കിയത്. ഇത്തരത്തിൽ വിലപേശി CPMൽ നിന്ന് രാജ്യസഭാ സീറ്റ് കൈക്കലാക്കിയ ജോസ് കെ മാണി 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കും സ്വന്തം പാർട്ടിക്കുമുണ്ടായ കനത്ത പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവരിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റിയ ശേഷം UDFിലേക്ക് ചുവടുമാറുവാൻ ആലോചിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയൊരു രാഷ്ട്രീയ പോരായ്മയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ കൃത്യതയോടുകൂടി കണക്കിലെടുത്താണ് ജോസ് കെ മാണിക്ക് ഇത്തവണ CPMൻ്റെ വോട്ട് പോലും പൂർണ്ണമായി സമാഹരിക്കുവാൻ കഴിയില്ല എന്ന വിലയിരുത്തൽ അഡ്വക്കേറ്റ് ജയശങ്കർ മാതൃഭൂമിക്ക് നൽകിയ വീഡിയോയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ശൈലിയുമായി ബന്ധപ്പെടുത്തി കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുത, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടേണ്ട, ജനങ്ങൾ തിരഞ്ഞെടുക്കേണ്ട MLA പദവി തൻ്റെ കുടുംബാവകാശമാണെന്ന് വിശ്വസിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശൈലിയോട് പാലായിലെ വോട്ടർമാർക്ക് വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് നിലനിൽക്കുന്നുണ്ട്. ജോസ് കെ മാണിയാണെങ്കിലും ഭാര്യ നിഷയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മകൻ കുഞ്ഞുമാണിയാണെങ്കിലും പാലായിൽ ഇപ്പോൾ ഭവന സന്ദർശനങ്ങൾ നടത്തുമ്പോൾ പറയുന്നത്, ഞങ്ങൾക്ക് അവകാശപ്പെട്ട MLA പദം ഞങ്ങൾക്ക് തിരികെ കിട്ടുവാൻ നിങ്ങളുടെ സഹായം വേണമെന്നാണ്.
ജനാധിപത്യ ബോധമുള്ള പാലായിലെ വോട്ടർമാരെ പ്രകോപിപ്പിക്കുന്ന ഈ ചിന്ത അവരുടെ വീടുകളിലെത്തി പങ്കുവെക്കുന്ന ജോസ് കെ മാണിക്കോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ആർക്കെങ്കിലുമോ ഈ ഘട്ടത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യുവാൻ തയ്യാറാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ UDFിൽ നിന്നുകൊണ്ട് അദ്ദേഹം UDFിൻ്റെ ജനപ്രതിനിധിയായിരിക്കെ ഓരോ പ്രദേശത്തും കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു പിതൃത്വം LDFിന് വേണ്ടി ഏറ്റെടുക്കുന്ന ജോസ് കെ മാണിയുടെ ശൈലിയോടും വോട്ടർമാർക്കിടയിൽ വ്യാപകമായ എതിർപ്പ് നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ജോസ് കെ മാണി 2009 മുതൽ തുടർച്ചയായ 16 വർഷക്കാലമായി ഇപ്പോൾ MP പദവി അലങ്കരിക്കുന്ന വ്യക്തിത്വമാണ്. എന്നാൽ UDF മുന്നണിയുടെ ഭാഗമായി നിന്നപ്പോൾ മാത്രമേ കാര്യക്ഷമമായ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളൂ. പാലായിലേത് പോട്ടെ എന്ന് വെക്കാം, കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളുടെയും പുതുപ്പള്ളിയിൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളുടെയും വരെ ക്രെഡിറ്റ് തനിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ടും ലഘുലേഖകളടക്കം വിതരണം ചെയ്തുകൊണ്ട് ജോസ് കെ മാണിയും അനുയായികളും നടത്തുന്ന രാഷ്ട്രീയ പ്രഹസനത്തോട് ജനങ്ങൾക്ക് വലിയ രീതിയിൽ എതിർപ്പുണ്ടെന്നുള്ളതാണ് വസ്തുത. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ നിഷയുടെ കാപട്യം നിറഞ്ഞ ശൈലിയോടും വോട്ടർമാർക്കിടയിൽ വലിയ രീതിയിലുള്ള എതിർപ്പ് ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ഇത്തവണ തങ്ങൾ വിജയിച്ചു കയറുമെന്നും അതിനായി തങ്ങൾ നടത്തേണ്ട രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പറയുന്നത് രാഷ്ട്രീയ എതിരാളികളെ സൈബർ പോരാട്ടങ്ങളിലൂടെ അധിക്ഷേപിക്കുന്നതാണെന്നും വിശ്വസിക്കുന്ന ഇവരുടെ രാഷ്ട്രീയ സംസ്കാരത്തിന് പാലായിൽ തുടർച്ചയായി തിരിച്ചടികൾ നേരിടുന്നതിൽ യാതൊരു അത്ഭുതമില്ല എന്നതാണ് വസ്തുത. നമുക്കറിയാം, KM മാണി എന്ന് പറയുന്ന ജോസ് കെ മാണിയുടെ പിതാവ് രാഷ്ട്രീയത്തിൽ അഗ്രഗണ്യനായ ഒരു നേതാവായിരുന്നു. തന്ത്രങ്ങളുടെ തമ്പുരാനെന്നാണ് പലപ്പോഴും മാണിയെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ KM മാണിയുടെ പിൻഗാമിയായി രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുവാൻ ആഗ്രഹിക്കുന്ന ജോസ് കെ മാണിക്ക് തന്ത്രങ്ങൾ ഇല്ല എന്നതാണ് വസ്തുത. അദ്ദേഹത്തിന് എല്ലാവരെയും സംശയമാണ്, അദ്ദേഹത്തിന് എല്ലാവരോടും എതിർപ്പാണ്. തനിക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ ഏതു വിധേനയും അടിച്ചമർത്തുവാൻ അദ്ദേഹം അധികാരവും ആൾബലവും ഉപയോഗിക്കുന്നതിനുള്ള നിരവധി ഉദാഹരണങ്ങളും പാലാ രാഷ്ട്രീയത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. ഇക്കാര്യങ്ങളെല്ലാം സമഗ്രമായി വിലയിരുത്തിക്കൊണ്ട് അനവധി വീഡിയോകൾ ഈ കഴിഞ്ഞ മാസങ്ങളിൽ അഡ്വക്കേറ്റ് ജയശങ്കർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ വളരെ ക്രിസ്പായി പാലാ നിയോജക മണ്ഡലത്തിലെ വിജയസാധ്യതകൾ പ്രവചിക്കുമ്പോൾ ജോസ് കെ മാണി പരാജയപ്പെടുവാനുള്ള കാരണങ്ങൾ ഓരോന്നോരോന്നായി അക്കമിട്ട് നിരത്താതെ പൊതുവിൽ പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമിയിൽ അദ്ദേഹം തൻ്റെ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ളത്. ഏതൊക്കെയാണെങ്കിലും ജയശങ്കറിൻ്റെ അഭിപ്രായ പ്രകടനങ്ങളുടെ സാരാംശം വളരെ വ്യക്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത ത്രികോണ പോരാട്ടം നടക്കുമെന്ന് പറയുമ്പോൾ അത് 2-3 സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാകുമെന്നും ആ പോരാട്ടം നടക്കുവാൻ പോകുന്നത് ഷോൺ ജോർജിനും ജോസ് കെ മാണിക്കും ഇടയിലാണെന്നുമാണ് ജയശങ്കർ പറഞ്ഞു വെക്കുന്നത്. UDFിന് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ബഹുഭൂരിപക്ഷം UDF വോട്ടർമാരുള്ള മണ്ഡലത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തിയാൽ മാണി സി കാപ്പൻ മന്ത്രിയാകും എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിജയസാധ്യത കൂടുതലാണെന്നുള്ള ജയശങ്കറിൻ്റെ വിലയിരുത്തലും വളരെ കൃത്യതയുള്ളതാണ്. ജിഷ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ശൈലിയെക്കുറിച്ചുള്ള പരിഹാസങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ജയശങ്കറിൻ്റെ വീഡിയോയ്ക്ക് ഇതിനകം തന്നെ വലിയ പ്രേക്ഷക പ്രീതി ലഭിച്ചിട്ടുണ്ട്. വ്യാപകമായി രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഈ വീഡിയോ ചർച്ചയായിട്ടുമുണ്ട്. ഏതൊക്കെയാണെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജോസ് കെ മാണി മത്സരരംഗത്തുണ്ടാകുമെന്ന് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുമ്പോഴും പാലായിൽ നിന്ന് ഇനിയൊരു പരാജയമുണ്ടായാൽ അത് ജോസ് കെ മാണിക്ക് ഒരു തിരിച്ചുവരവുള്ള രാഷ്ട്രീയ സാധ്യതകൾ ഇല്ലാതാക്കുന്നതാകുമെന്ന മുന്നറിയിപ്പും ജയശങ്കർ ഇവിടെ നൽകുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പാലായെ സംബന്ധിച്ചിടത്തോളം ഇടതുമുന്നണിയുടെ ഭരണകാലത്ത് അവരുടെ വികസനക്ഷേമ കാര്യങ്ങളിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. അതിന് പോരായ്മ കാണുവാനായി അവിടുത്തെ ജനങ്ങൾ ഇത്തവണ ആഗ്രഹിക്കുന്നത് UDF മന്ത്രിസഭയിൽ അംഗമാകുവാൻ ഇടയുള്ള ഒരു MLA ആണ്. അത് മാണി സി കാപ്പൻ തന്നെയായതിനാൽ അക്കാര്യത്തിൽ അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം വലിയൊരു നേട്ടം സമ്മാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജോസ് കെ മാണിക്ക് ഇനി രാജ്യസഭയിൽ 2030 വരെ കാലാവധി ശേഷിക്കുന്നുണ്ട്. അത് ഉപേക്ഷിച്ചുകൊണ്ട് ജോസ് കെ മാണി മത്സരത്തിനിറങ്ങിയാൽ അതും ജനങ്ങളെ സംബന്ധിച്ച് ജോസ് കെ മാണിയുടെ ആക്രാന്ത രാഷ്ട്രീയ ശൈലിയുടെ മറ്റൊരു ഉദാഹരണമായി വിലയിരുത്തപ്പെടും എന്നതിനാൽ കൂടിയും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു വെച്ചിട്ടുള്ളതുപോലെ ജോസ് കെ മാണിയും ഷോണും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കും. പക്ഷേ അത് വിജയത്തിന് വേണ്ടിയാവില്ല, 2ാം സ്ഥാനത്തിന് വേണ്ടിയാവും എന്നതാണ് എൻ്റെയും ഒരു വിലയിരുത്തൽ. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.